ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഫർമേഷൻ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്. ഇൻഫർമേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ കൺവേഡ് ഫ്രം ദ സോഴ്സ് ഇൻ 1 സെക്കൻഡ്. അതായത് ഇൻഫർമേഷൻ കൺവേഡ് ഫ്രം എ സോഴ്സ് പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഫർമേഷൻ റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻഫർമേഷൻ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, R ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ r ഇൻറ്റു എച്ച് ഓഫ് എസ്. ഇതിൽ സ്മോൾ ലെറ്റർ r എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിമ്പിൾ റേറ്റ് ആണ്. സിമ്പിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സിമ്പിൾസ് എമിറ്റഡ് ഫ്രം എ സോഴ്സ് ഇൻ 1 സെക്കൻഡ്. ആൻഡ് എൻട്രോപ്പി എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എൻട്രോപ്പി ആണ്. എൻട്രോപ്പി ഈസ് എന്താണ്, ആവറേജ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇത് സിമ്പിൾ നമ്പർ ഓഫ് സിമ്പിൾസ് പെർ സെക്കൻഡ് ആണ്. അപ്പം അതിൻ്റെ യൂണിറ്റ് സിമ്പിൾസ് പെർ സെക്കൻഡ് എന്നാണ് വരിക. ഇൻറ്റു എൻട്രോപ്പിയുടെ യൂണിറ്റ് നമുക്കറിയാം ഇറ്റ് ഈസ് ഇൻഫർമേഷൻ്റെ യൂണിറ്റ് ബിറ്റ്സ് ആണ്, ബിറ്റ്സ് പെർ ആവറേജ് ഇൻഫർമേഷൻ ആണ്. സോ ഇറ്റ് ഈസ് ബിറ്റ്സ് പെർ സിമ്പിൾ ആണ്. ഇപ്പോൾ സിമ്പിൾ ക്യാൻസൽ ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു, ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇൻഫർമേഷൻ റേറ്റ് കാണുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സബ് ടൈറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഒരു ടെലഗ്രാം ഉണ്ട്. ആ ടെലഗ്രാമിന് 2 സിമ്പിൾസ് ആണുള്ളത്. ഒന്ന് ഡോട്ട് എന്ന് പറയുന്ന സിമ്പിളുണ്ട്, ഡാഷ് എന്ന് പറയുന്ന ഒരു സിമ്പിളുണ്ട്. ഈ ഇൻഫർമേഷൻ ബാക്കി തന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ടൈം ഡ്യൂറേഷൻ ഫോർ ദി ഡോട്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0.6 സെക്കൻഡ്സ് ആണ് തന്നിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസ് പറയുന്നുണ്ട് ടൈം ഡ്യൂറേഷൻ ഫോർ ഡാഷ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ടൈം ഡ്യൂറേഷൻ ഓഫ് ഡോട്ട് ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം, ഹാഫ് ഓഫ് ദി ടൈം ഡ്യൂറേഷൻ ഓഫ് ഡോട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 0.6 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 0.3 സെക്കൻഡ്സ്. ഇനി ഇൻഫർമേഷൻ തന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ബിറ്റ്വീൻ the symbols. ടൈം ബിറ്റ്വീൻ ദ സിമ്പിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.1 സെക്കൻഡ് ആണ്. സോ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ആവറേജ് ടൈം ഡ്യൂറേഷൻ ഓഫ് ദി സിമ്പിൾസ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം. ഓക്കെ, ആവറേജ് ടൈം ഡ്യൂറേഷൻ ഓഫ് ദി സിമ്പിൾസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ടോ ആവറേജ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ടോ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സിമ്പിൾസിൻ്റെ പ്രോബബിലിറ്റി അറിയണം. ഓക്കെ, ടോ ആവറേജ് കണ്ടുപിടിക്കണം, അതിന് നമുക്ക് പ്രോബബിലിറ്റി അറിയണം. അപ്പോൾ സിമ്പിൾസിൻ്റെ പ്രോബബിലിറ്റി തമ്മിലുള്ള റിലേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ദി ഡോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 3 times പ്രോബബിലിറ്റി ഓഫ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് എന്ന് പറയുന്നത് 3 times പ്രോബബിലിറ്റി ഓഫ് ദി ഡാഷ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് ഈസ് ടു പ്രോബബിലിറ്റി ഓഫ് ഡാഷ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടണം, ഇത് 1 ആണെങ്കിൽ ഇത് 3 ആണെങ്കിൽ ഡാഷ് എന്ത് കിട്ടണം, 1 എന്ന് കിട്ടണം. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇൻഡിവിജ്വലാക്കി മാറ്റുമ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 ആണല്ലോ കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ നമ്മളിതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനെ 3/4 എന്ന് പറയുന്ന പ്രോബബിലിറ്റി ആയിട്ടും 1/4 എന്ന പ്രോബബിലിറ്റി ആയിട്ടും മാറ്റാൻ പറ്റും. ഇത്ര ഞാൻ ചെയ്തോളൂ. 3 + 1 ആണ് ടോട്ടൽ. സോ അതിൽ 3/4 ഒന്നും 1/4 ഒന്നും അല്ലേ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3/4 1/4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി 1 എന്ന് തന്നെ കിട്ടും. നമ്മൾ ചെയ്ത് എത്രയാണ്, ടോട്ടൽ 3:1 ആണ് നമുക്ക് കാണേണ്ടത്. സോ 3:1 എന്ന് പറയുമ്പോൾ നമുക്ക് 2 എണ്ണാക്കി മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു,
3 + 1 = 4 ആണ്. 1 3/4 ഈ 3 ആണ് എടുത്തത്. നെക്സ്റ്റ് ഈ 1/4. സോ രണ്ട് പ്രോബബിലിറ്റികളും കിട്ടിയിട്ടുണ്ട്. സോ ഞാനിവിടെ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുന്നു. രണ്ട് സിമ്പിൾസ് ആണ്. എൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3/4 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/4. ഓക്കെ, അപ്പോൾ അത് രണ്ടും കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ആവറേജ് ടൈം ഡ്യൂറേഷൻ കാണേണ്ടത് നോക്കാം. ആവറേജ് ടൈം ഡ്യൂറേഷൻ പെർ സിമ്പിളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് ഞാൻ പറയുന്നത് ടോ ആവറേജ് എന്നാണ്. ടോ ആവറേജ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക, നമ്മൾ ആദ്യം നമ്മുടെ സിമ്പിളിൻ്റെ പ്രോബബിലിറ്റി എടുക്കുക. ഡോട്ടിൻ്റെ പി ഡോട്ട് ഇൻറ്റു അതിൻ്റെ ഡ്യൂറേഷൻ പ്ലസ് പി ഡാഷ് ഇൻറ്റു, അതായത് പ്രോബബിലിറ്റി ഓഫ് ഡാഷ് ഇൻറ്റു അതിൻ്റെ ഡ്യൂറേഷൻ, ടോട്ടൽ ഡാഷിൻ്റെ ഡ്യൂറേഷൻ പ്ലസ് നമ്മളെ ഇടയിലുള്ളൊരു ടൈം ബിറ്റ്വീൻ സിമ്പിൾസ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം എന്താ വരുന്നത്. പി ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. പി ഡോട്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 3/4 ഇൻറ്റു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡോട്ടിൻ്റെ ടൈം പീരീഡ് ഇറ്റ് ഈസ് 6 ആണ്, പ്ലസ് പി ഡാഷ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ്, പി ഡാഷിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/4 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു ഇവിടുന്ന്. ദെൻ ഡാഷിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാഫ് ഓഫ് ദി ടൈം ഡ്യൂറേഷൻ ഓഫ് ദി ഡോട്ട് ആണെന്ന് നമുക്ക് കിട്ടിയിരുന്നത് ഇറ്റ് ഈസ് 0.3. സോ നമുക്ക് 0.3 പ്ലസ് നമ്മുടെ 0.1 ഉണ്ടാവും. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.625 ആണ്. ഇതാണ് ആവറേജ് ടൈം ഡ്യൂറേഷൻ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സിമ്പിൾ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/ടോ ആവറേജ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/625. 0.625 ഈസ് ഈക്വൽ ടു 1.6. സിമ്പിൾ റേറ്റ് എന്ന് പറയുമ്പോൾ എത്രയും സിമ്പിൾസ് പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ സിമ്പിൾ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം നമ്മൾ സിമ്പിൾ റേറ്റ് കിട്ടി. ഇനി നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ള എന്താണ്, നമ്മുടെ എൻട്രോപ്പിയാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അല്ലേ. എൻട്രോപ്പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണേ. എൻട്രോപ്പിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എൻട്രോപ്പി H of S is equal to sigma k pk log 1/pk to the base 2. ഇവിടെ നമുക്ക് രണ്ട് സിമ്പിൾസ് ഉള്ളത്, ഒന്ന് 3/4 പ്രോബബിലിറ്റി ഉള്ളതും ഒന്ന് 1/4 പ്രോബബിലിറ്റി ഉള്ളതും. അത് ഇവാലുവേറ്റ് ചെയ്യാൻ പോണ H of S is equal to 3/4 log to the base 2 ആണ്. 1/3/4 പ്ലസ് 1/4 log base 2 ആണ് 1/1/4. So this is equal to 3/4 log 2 4/3 plus 1/4 log 2 4. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, നമ്മൾ കാൽക്കുലേറ്ററിൽ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.811 ബിറ്റ്സ് പെർ സിമ്പിൾ എന്നാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ഇൻഫർമേഷൻ റേറ്റ് ക്യാപിറ്റൽ R കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു R into H of S ആണ്. ദിസ് ഈസ് ഈക്വൽ ടു R നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിരുന്നു. R നമുക്ക് കിട്ടിയത് 1.6. നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു 1/ടോ ആവറേജ് എന്ന് ഇവാലുവേറ്റ് ചെയ്ത് 1.6 എന്നാണ് കിട്ടിയത്. സോ ഇറ്റ് ഈസ് 1.6 into H of S നമുക്ക് ഇവിടെ കിട്ടിയ എത്രയാണ്? 0.811 എന്നാണ് കിട്ടിയത്. ഇതിൻ്റെ യൂണിറ്റ് എന്തായാലും അത്രയും ബിറ്റ്സ് പെർ സെക്കൻഡ് ആയിരിക്കും. സോ 1.811 into 1.6 നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get 1.2976 that much beats per second. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലും സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ഇൻഫർമേഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക.
അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യാണ്. ആ ക്വസ്റ്റ്യൻ എന്താണ്? അനലോഗ് സിഗ്നൽ ബാൻഡ് ലിമിറ്റഡ് ടു 500 ഹെർട്സ്. അപ്പോൾ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 500 ഹെർട്സ് ആണ്. ആൻഡ് ഈ സാമ്പിൾ അറ്റ് നൈക്വിസ്റ്റ് റേറ്റ്. സോ നമ്മുടെ ഒറിജിനൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, സിമ്പിൾ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡയറക്റ്റായി തന്നിട്ടുണ്ട്. RS is equal to നൈക്വിസ്റ്റ് റേറ്റ് നമുക്കറിയാം. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് മിനിമം ചെയ്യേണ്ടത് നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2 times ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി സിഗ്നൽ ആണ്. സോ നമ്മുടെ സിമ്പിൾ റേറ്റ് എന്ന് പറയുന്നത്, സാമ്പിൾസ് എടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2 into 500 ആയിരിക്കും. ദാറ്റ് മീൻസ് 1000 സിമ്പിൾസ് പെർ സെക്കൻഡ് ആണ് എടുക്കുന്നത്. സോ നമ്മൾ RS എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഗിവൺ ആണ്. ദെൻ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ദ സാമ്പിൾസ് ആർ കോണ്ടൈസ്ഡ് ഇൻ ടു 4 ലെവൽസ്. 4 ലെവലായിട്ടാണ് ഈ സാമ്പിൾസിനെ എന്ത് ചെയ്തിട്ടുള്ളത്, കോണ്ടൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനെയും പ്രോബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ പ്രോബിലിറ്റീസ് P1 is equal to P4 is equal to 1/8 ആണ്. ആൻഡ് P2 is equal to P3 is equal to 1/8 ആണ്. 3/8 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് ഓഫ് സോഴ്സിൻ്റെ ഇൻഫർമേഷൻ റേറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ബാൻഡ് വിഡ്ത്ത് 500 ഹെർട്സ് എന്നാണ്. സോ നൈക്വിസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ റേറ്റ് എന്ന് പറയുന്നത് 2 times ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി മെസ്സേജ് ആയിരിക്കും, സിഗ്നൽ ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് 1000 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് 1000 സിമ്പിൾസ് പെർ സെക്കൻഡ് ആണ് നമ്മുടെ സിമ്പിൾ റേറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രോബിലിറ്റി, ഇൻഡിവിജ്വൽ പ്രോബിലിറ്റീസ് വന്നിട്ട് അപ്പോൾ നമ്മൾ P1, P2, P3, P4 അങ്ങനെ എഴുതുകയാണെങ്കിൽ P1ൻ്റെ പ്രോബിലിറ്റി 1/8 ആണ്, P4ൻ്റെ പ്രോബിലിറ്റി 1/8 ആണ്, P2ൻ്റെയും P3ൻ്റെയും പ്രോബിലിറ്റി 3/8 ആണ്. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1, 4, 7, 8/8 1 എന്ന് തന്നെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എൻട്രോപ്പി കണ്ടുപിടിക്കാം. എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സിഗ്മ K Pk log 1/Pk to the base 2. So this is equal to ഈ 1/8 log 1/8 നമ്മൾ log 8 എന്ന് വരും, പ്ലസ് 3/8 log 8/3 to the base 2 പ്ലസ് 3/8 log 8/3 to the base 2 പ്ലസ് 1/8 log 8 to the base 2. അപ്പോൾ നിങ്ങൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് HOS കിട്ടും. ദെൻ R നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. RS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ R എന്ന് പറയുന്നത് 2 into 500 ആണ്. സോ 1000 ആണ് കിട്ടി. സോ ഇനി നമുക്ക് ഇൻഫർമേഷൻ റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. R is equal to എന്ത് ചെയ്യണം, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. R is equal to എത്രയാണ്? R into HOS ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ R എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരിക? 1000 എന്നാണ് വരിക. ഇൻറ്റു നമുക്ക് HOS, ഈ സംഗതി ഇവാലുവേറ്റ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് ടു ദ ബേസ് 2 എല്ലാം ചെയ്തിട്ട് കിട്ടുന്ന എത്രയാണ് വാല്യൂ, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക, HOS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഇൻഫർമേഷൻ റേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ.